ഒന്നും, അത് കഴിയുമ്പോ വേറൊന്നും. നമുക്ക് ദുരിതങ്ങളും ദുഃഖങ്ങളും ആണല്ലോ എപ്പോഴും രാജു. ഞാനും ഇത് തന്നെ പല പ്രാവശ്യം ആലോചിച്ചിട്ടുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും? എന്നെങ്കിലും ഇതൊക്കെ മാറുമെന്ന് സമാധാനിക്കല്ലേ നിവൃത്തിയുള്ളൂ. എനിക്ക് അച്ഛൻ്റെ ഈ കിടപ്പ് കാണാൻ പറ്റുന്നില്ല രാജു. നമുക്ക് വേറെ ഏതെങ്കിലും നല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലോ? എന്തിനാ? ഇവിടെ തന്നെ എത്ര ഡോക്ടർമാരാ സാറിനെ നോക്കുന്നത്? ഫിസിഷ്യൻ, ന്യൂറോ സർജൻ, ഓർത്തോപീഡിക്സ്, ന്യൂറോളജിസ്റ്റ്, കാർഡിയോളജിസ്റ്റ്, ENT. ഇതിൽ കൂടുതൽ ട്രീറ്റ്മെന്റ് ഒന്നും മറ്റെങ്ങും കിട്ടില്ല ഋതു. ഇത് പതുക്കെ മാറുന്ന മെയിൻ ഡോക്ടർ പറയുന്ന. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇങ്ങനെ കിടത്താതെ നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോയാലോ? നാളെ ആവട്ടെ, നമുക്ക് ഡോക്ടറോട് സംസാരിക്കാം. ഋതു ഒരു കാര്യം ചെയ്യ്, റൂമിൽ ചെന്നുറങ്ങിക്കോ. എനിക്ക് ഉറക്കം വരുന്നില്ല രാജു. ഞാനിങ്ങനെ ഇരിക്കുന്നോണ്ട് രാജുവിന് ബുദ്ധിമുട്ടുണ്ടോ? ഏയ്, എന്ത് ബുദ്ധിമുട്ടാ? ഋതു വരുന്നു. വല്ലാത്ത സങ്കടം രാജു. ഇങ്ങനെ ഇരിക്കുമ്പോ ഒരാശ്വാസം. ഡോക്ടർ എന്തിനാ വിളിപ്പിച്ചത്? ഇന്നലെ എന്നോടൊരു കാര്യം പറഞ്ഞിരുന്നില്ലേ, സാറിനെ വീട്ടിലേക്ക് മാറ്റാന്ന്? ആ അതെ, ഞാൻ അക്കാര്യം മറ്റു ഡോക്ടേഴ്സുമായി ഡിസ്കസ് ചെയ്തിരുന്നു. ഇനിയുള്ള ട്രീറ്റ്മെന്റ് എന്ന് വെച്ചാൽ പലതരം തെറാപ്പികളും സ്നേഹപൂർവമായ പരിചരണങ്ങളുമാണ്. ശുശ്രൂഷിക്കുക എന്നർത്ഥം. വീട്ടിലേക്ക് മാറ്റുന്നതിൽ ഞങ്ങൾ ഡോക്ടേഴ്സിന് ആർക്കും അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ഒരു നിബന്ധന മാത്രം. വളരെ വിദഗ്ധയായ ഒരു ഹോം നഴ്സിനെ കണ്ടെത്തണം. കൂലിപ്പണിക്കാരി പോരാ, ആത്മാർത്ഥതയുള്ള ഒരാൾ തന്നെ വേണം. ഇതിനൊക്കെയാണ് സ്നേഹനിധിയായ ഭാര്യ കൂടെ വേണമെന്ന് പറയുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? സ്നേഹമുള്ള ഭാര്യയെ സാറ് തന്നെ വഴിയിലെറിഞ്ഞു കളഞ്ഞില്ലേ? ഭാര്യയുടെയും മക്കളുടെയും സ്നേഹ ശുശ്രൂഷകളാണ് ഇനി സാറിന് ആവശ്യം. അതിലൂടെ മാത്രമേ ആ ജീവൻ തിരിച്ചുപിടിക്കാൻ പറ്റൂ. ആദ്യം നല്ലൊരു ഹോം നഴ്സിനെ കണ്ടെത്തൂ. ഞാൻ സാറിനെ ഡിസ്ചാർജ് ചെയ്യാം. പിന്നെ വർമ്മ സാറിന്റെ ജീവൻ തിരിച്ചുപിടിക്കാൻ പറ്റും. ഒരാൾ വിചാരിച്ചാൽ മാത്രം. പക്ഷേ അതെനിക്കെങ്ങനെ പറയാൻ പറ്റും? ഈ ആശുപത്രി പോലല്ല, നമ്മുടെ സർക്കാർ ആശുപത്രിയിലൊക്കെ ഒരു അവിഞ്ഞ മണമാ. മാഡം മന്ത്രിയാവുമ്പോ അതൊക്കെ ഒന്ന് മാറ്റാൻ പറയണം. അതിന് ഞാൻ ആരോഗ്യ വകുപ്പല്ലല്ലോടോ കൈകാര്യം ചെയ്യുന്നേ, വിദ്യാഭ്യാസ വകുപ്പല്ലേ. പക്ഷേ എല്ലാ വകുപ്പിലും ഞാൻ കയറി ഇടപെടും. ഇവളൊക്കെ മുഖ്യമന്ത്രിയായ ഈ നാട്ടിൽ നിന്ന് എല്ലാവരും ഓടിപ്പോയാ മതി. ഈ സർക്കാർ ആശുപത്രികളെല്ലാം പൊളിച്ചടുക്കി കളയണമെന്നാ എന്റെ അഭിപ്രായം. പകരം പ്രൈവറ്റ് ഹോസ്പിറ്റൽ വരട്ടെ. അയ്യോ, അപ്പൊ പാവങ്ങൾ എന്ത് ചെയ്യും? ഓ, പാവങ്ങളോട് പോയി കെട്ടിത്തൂങ്ങി ചാവാൻ പറ. ഓ, ഈ നാട്ടിൽ ഇനി പാവങ്ങളൊന്നും വേണ്ട. നമ്മുടെ നാടിനെ തന്നെ നാണക്കേടാ, വൃത്തികെട്ട പാവങ്ങള്. പണ്ടേ സൂര്യമംഗലത്തെ പശുത്തൊഴുത്തിലായിരുന്നു ഇവർക്ക് പണി. ഏതോ ഒരു രാജ്യത്തെ രാജാവേ പാവങ്ങളെയൊക്കെ വെടിവെച്ച് കൊന്നു എന്ന് കേട്ടിട്ടുണ്ട്.
നിയമം ഇവിടെ കൊണ്ടുവന്നാലോ? ഓ, ലക്ഷ്മണകുമാരൻ ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ എന്റെ ഏട്ടനെ കാണാൻ വന്നത്. ഇങ്ങേർക്ക് മാത്രമേ ഒരു ഏട്ടൻ. എടാടാ, ഇതൊരു ഹോസ്പിറ്റലാ. എന്നെ കൊണ്ട് കടുങ്കയും ചെയ്യിപ്പിക്കല്ലേ. ചേച്ചി ഇന്നലെ രാത്രി ഇവിടെ പോയതാ. എനിക്ക് സൗകര്യം ഉള്ളിടത്ത് പോവും. നീ ആരാ ചോദിക്കാൻ? ഏട്ടൻ ഇവിടെ സീരിയസ് ആയി കിടക്കുമ്പോഴാണോ ചേച്ചി ഈ ഉത്തരവാദിത്തമില്ലായ്മ കാണിക്കുന്നത്? ഞാൻ ഉത്തരവാദിത്വം ഇല്ലായ്മ കാണിച്ചെന്നോ? എടാ, നിനക്ക് എന്തറിയാം? പ്രതാപൻ ചെയ്യേണ്ട ഉത്തരവാദിത്വങ്ങളാ ഞാനിപ്പോ ചെയ്യുന്നേ. പ്രതാപന്റെ ചുമതലകളെല്ലാം പാർട്ടി എന്നെ ഏൽപ്പിച്ചു. നീ അറിഞ്ഞില്ലാന്ന് വേണ്ട, ഞാനിനി മന്ത്രിയാവാൻ പോവാ. സത്യപ്രതിജ്ഞയ്ക്ക് പോകുന്നതിന് മുൻപേ പ്രതാപനെ ഒന്ന് കാണണം. അതിനാ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നേ. മോനെ ദീപക്കെ, വാടാ. എടോ, താനും കൂടെ വാ. നിങ്ങളെല്ലാരും ഇവിടെ നിൽക്ക്. വാ. എന്തൊക്കെയാ രാജി കേൾക്കുന്നേ? പല അത്ഭുതങ്ങളും നടക്കും ശേഖരൻ സാറേ.